നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓർമാക്സ് സർവേ പ്രകാരം അല്ലെങ്കിൽ ഓർമാക്സ് മീഡിയയിലൂടെ ഇപ്പം ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നായകൻ നടന്മാരുടെ ഒരു ലിസ്റ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ആ ലിസ്റ്റിൻ പ്രകാരമുള്ള ഒരു കണക്ക്, ഒന്നാം സ്ഥാനത്താണ് ആരാണ്, രണ്ടാം സ്ഥാനത്ത് ആരാണ്, ഇത്തരത്തിലുള്ള 5 വരെ സ്ഥാനങ്ങളിലുള്ളവരുടെ ഒരു ലിസ്റ്റാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ബലാബലമായിട്ട് ഇങ്ങനെ കടാഘടിയന്മാർ നമ്മുടെ മലയാള സിനിമയിലെ എക്കാലത്തെയും താരരാജാക്കന്മാരായിട്ടുള്ള ലാലേട്ടനും മമ്മൂക്കയും ഉണ്ട്. അതുകൂടാതെ മറ്റു പലരും ഈ സിനിമയുടെ ഓർമാക്സ് മീഡിയയുടെ ഈ ഒരു സർവേ പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു പട്ടിക പ്രകാരം വന്നിട്ടുണ്ട്. ജനപ്രീതി ഇപ്പം നിലവിലെ അവസ്ഥ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നായക നടന്മാരായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല സിനിമകളുടെയൊക്കെ കണക്കുകൾ വെച്ചിട്ടാണ് ഈ ഒരു സർവേ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് പ്രകാരമുള്ള ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നായക നടന്മാരുടെ 5 പേരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്ന. ഇപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന ആരും, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി പ്രതീക്ഷിക്കുന്നു. എന്തായാലും തന്നെയും ഒരുപാട് നടന്മാരൊക്കെ ഇപ്പം അല്ലേ ഓരോ വർഷങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം ചില ആളുകൾ മാത്രം, 1-2 പേരൊക്കെ പേരിന് യുവ നടന്മാരായിട്ടൊക്കെ വന്നാലായി എന്നുള്ളതായിരുന്നു ഓരോ വർഷവും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഒട്ടനവധി നടന്മാരാണ് ഓരോ വർഷവും ചെറുപ്പക്കാരും യുവാക്കളായിട്ടും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സിനിമയിലൊക്കെ പിടിച്ചു നിൽക്കുക തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. പക്ഷേ ഇപ്പം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി അല്ലെങ്കിൽ ജനപ്രിയ സിനിമകളൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോഴത്തെ ഒരു നിലവിലെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മികച്ചതായിട്ട് നിൽക്കുന്നതിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് നടികർ സിനിമ പൊട്ടിപ്പാളിസായിട്ട് പോലും 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് ടോവിനോ തോമസ് ആണെന്നുള്ളതാണ് നമുക്കുള്ള ഈ ഓർമാക്സ് മീഡിയയുടെ കണക്കുകൾ പ്രകാരം പുറത്തു വരുന്നത്. 4ാം സ്ഥാനത്ത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജിനെ നമുക്കറിയാം, ആടുജീവിതം സിനിമയൊക്കെ ഇറങ്ങി അതിൻ്റെ ഒരു ഗ്രാഫ് അങ്ങോട്ട് ഉയർന്നിട്ടാണ് ഈ 4ാം സ്ഥാനത്തേക്ക് എത്തിയത്. കഴിഞ്ഞ മാസം ജൂൺ മാസത്തിലെ ഓർമാക്സ് മീഡിയയുടെ കണക്കാണ് ഇപ്പം നിലവിൽ പുറത്തു വരുന്നത്. മെയ് മാസത്തിലും പൃഥ്വിരാജ് തന്നെയായിരുന്നു 4ാം സ്ഥാനത്ത്. ആടുജീവിതം, ഗുരുവായൂർ അമ്പലനടയിൽ, ഈ 2 സിനിമകളാണ് ഈ കഴിഞ്ഞ 2-3 മാസങ്ങളിലായിട്ട് പൃഥ്വിരാജിനെ ഈ ഒരു 4ാം സ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നതെന്നുള്ളതാണ് ഈ ഓർമാക്സ് മീഡിയയുടെ കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 3ാം സ്ഥാനത്താവട്ടെ നമ്മളുടെ ഫഫയാണ്. ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ആ യുവ ദുർക്കിയുടെ അല്ലെങ്കിൽ നമ്മൾ ഏവരെയും ഞെട്ടിച്ചൊരു സിനിമയുണ്ട്, ആവേശം സിനിമയാണ്. ആ ആവേശം സിനിമയിലൂടെ എവിടെയോ കിടന്ന ഫഹദ് ഫാസിൽ 3ാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ മാസം മുതൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം നിലവിലും ജൂൺ മാസത്തിലെ കണക്ക് പ്രകാരവും 3ാം സ്ഥാനത്ത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല സിനിമയെന്ന അല്ലെങ്കിൽ നല്ല സിനിമകളുടെ ഭാഗമായിട്ടൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഒരു സ്വീകാര്യതയുള്ള നടനായിട്ട് 3ാം സ്ഥാനത്ത് ഫഹദ് ഫാസിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അത് അർഹതയ്ക്കുള്ള അംഗീകാരം എന്നുള്ള അല്ലാതെ എന്ത് പറയാൻ. കാരണം അമ്മാതിരി ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ പണ്ട് മുതലേ കണ്ടുവരുന്നത്. ആവേശം സിനിമ വന്നപ്പോഴത്തേന് അതൊന്നുകൂടെ അങ്ങ് ഊട്ടിയുറപ്പിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറുന്നൊരു കാഴ്ചയായിരുന്നു ഫഫയുടെ ആവേശം സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇനിയും 1-2 സ്ഥാനങ്ങളിൽ നമ്മളുടെ താരരാജാക്കന്മാർ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് കാലങ്ങളായിട്ട് 1ാം സ്ഥാനത്ത് നമുക്കറിയാം ഒരുപാട് കാലങ്ങളായിട്ട് നിന്നത് ലാലേട്ടനൊക്കെ ആയിരുന്നു. പക്ഷേ നിലവിലെ വലിയ സൂപ്പർ ഹിറ്റ് മറ്റു കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്തത് കൊണ്ടായിരിക്കാം 2ാം സ്ഥാനത്താണ് ലാലേട്ടൻ്റെ സ്ഥാനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും താരരാജാക്കന്മാരെ മാറിയും തിരിഞ്ഞും ഒക്കെ വരും. ഇപ്പം 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ലാലേട്ടന് 360ാമത്തെ മറ്റോ ഒരു സിനിമ ഇങ്ങനെ വരാൻ തയ്യാറെടുക്കുകയാണ്. ആ സിനിമ വരുമ്പോൾ ചിലപ്പോൾ കട്ടയ്ക്ക് കട്ട ലാലേട്ടനും മമ്മൂക്കയും 1ാം സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് വരാനുള്ള സാധ്യതയും നിലവിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നിലവിലെ അവസ്ഥ വെച്ചിട്ട് ലാലേട്ടൻ അല്പം പിന്നിലായിട്ട് 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1ാം സ്ഥാനത്ത് മമ്മൂക്ക തന്നെയാണ്, സാക്ഷാൽ മെഗാസ്റ്റാർ. നമ്മളുടെ എല്ലാവരുടെയും മമ്മൂക്ക 1ാം സ്ഥാനം നിലനിർത്തിക്കുകയാണ്. മറ്റൊന്നുമല്ല, ടർബോ സിനിമ ഇറങ്ങി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ കൊയ്ത്തൊക്കെ നടത്തി ഒരു പോസിറ്റീവ് ആവറേജിന് മുകളിലുള്ള അഭിപ്രായമൊക്കെ നേടി ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇക്കയ്ക്ക് അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 2-3 മാസങ്ങളായിട്ട് മമ്മൂക്ക തന്നെയാണ് 1ാം സ്ഥാനത്ത്. എന്തായാലും ഈ 1ാം സ്ഥാനം പട്ടം അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഈ താരരാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുന്ന ഈ 1ാം സ്ഥാനം പട്ടം ഇനിയും കുറേ നാളും കൂടെ മമ്മൂക്കയുടെ പേരിൽ ബസൂക്ക സിനിമ ഇറങ്ങുമ്പോഴും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ലാലേട്ടനും അതുപോലെ തന്നെ ഈ 1ാം സ്ഥാനത്തേക്ക് കയറി വരട്ടെ. അതുകൂടാതെ പൃഥ്വിരാജ്, ടോവിനോ തോമസ്, ഫഹദ് ഫാസിൽ, ഈ 5 പേരെയും നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ
അല്ലെങ്കിൽ മലയാള സിനിമകളുടെ ഒരു വളരെ ഒരു അഭിനയ കുലപതികളായിട്ട് നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നടന്മാരായിട്ട് വളർന്നു വരട്ടെ. ഇത് കൂടാതെ മറ്റുള്ളവരും ദുൽഖർ സൽമാൻ, ദിലീപ്, ജയറാമേട്ടൻ, അങ്ങനെ ഒട്ടനവധി, സുരേഷ് ഏട്ടൻ, ഇനിയിപ്പം ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഉയരങ്ങളിലെത്തി ഈ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. അപ്പോൾ ഓർമാക്സ് മീഡിയയുടെ ഈ ഒരു കണക്ക് പ്രകാരം ഇത്തരത്തിലാണ് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നായക നടന്മാർ, അല്ലെങ്കിൽ നിലവിലെ ഒരു ട്രെൻഡ് അനുസരിച്ച് സിനിമകളുടെയൊക്കെ വിലയിരുത്തൽ അനുസരിച്ചിട്ട് ഈ ഒരു കണക്കുകൾ വന്നത് പ്രകാരം ഇങ്ങനെയൊക്കെയാണ് സംഭവവികാസങ്ങൾ. അപ്പം ഓക്കെ, ബൈ ബൈ.